പലരുടെയും ഇഷ്ടവിഭവങ്ങളിലൊന്നാണ് ചെമ്മീൻ. രുചിയേറെയുള്ള പല ചെമ്മീൻ വിഭവങ്ങളും എല്ലാവർക്കും അറിയാം. എന്നാൽ പലർക്കും അറിയാത്ത ചെമ്മീൻ പരിപ്പെന്ന പഴയ രുചിയെ ഭക്ഷണപ്രേമികൾക്ക് പരിചയപ്പെടുത്തുകയാണ് കേരളവാണി ഒരുക്കുന്ന നൂറുമേനി എന്ന പ്രോഗ്രാമിലൂടെ. അന്യം നിന്നുപോയ ചെമ്മീൻ പരിപ്പിന്റെ രണ്ടാം വരവിന് കളമൊരുക്കുകയാണ് എറണാകുളം വൈപ്പിൻ എടവനക്കാട് സ്വദേശി മനോജ്. എൻ്റെ പേര് മനോജ് എന്നാണ്. എൻ്റെ വീട് എടവനക്കാടാണ്. ചെമ്മീൻ ആദ്യം നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് അത് ഞങ്ങൾ പുഴുങ്ങിയ ശേഷം ഇത് ഒരു ദിവസം വേവാകുമ്പോൾ വെയിലത്തോട്ടിട്ടിട്ട് ഉണക്ക് 2 ദിവസം ഉണക്കും. ഉണക്ക് കറക്റ്റായി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇത് തല്ലി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് ഉണക്കി കഴിഞ്ഞ ശേഷം ഇത് പ്രോസസ്സാക്കണം. പുഴുങ്ങിയെടുക്കുന്ന ചെമ്മീൻ നന്നായി ഉണക്കിയെടുക്കും. ഇതിനുശേഷം ചാക്കിൽ കെട്ടി തല്ലിയെടുക്കുമ്പോൾ കിട്ടുന്ന മാംസമാണ് ചെമ്മീൻ പരിപ്പ്. ബാക്കി വരുന്ന തോടിനും വിപണിയിൽ ആവശ്യക്കാരുണ്ട്. നിലവിൽ ചൂടൻ ചെമ്മീനും നാരൻ ചെമ്മീനും ഉപയോഗിച്ചാണ് മനോജ് പരിപ്പ് തയ്യാറാക്കുന്നത്. ഇനി തെള്ളിച്ചെമ്മീനിൽ കൂടി പരീക്ഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മനോജ്. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ എത്ര നാളാണ് ഇരുന്നോളും. ഡപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മനോജിന് പിന്തുണയായി കുടുംബവും കൂടെയുണ്ട്. ഇടവനക്കാട് സെയിന്റ് അംബ്രോസ് പള്ളിക്ക് സമീപമാണ് മനോജിന്റെ ഷോപ്പ്. ഞങ്ങൾക്ക് ഓൺലൈനിലൂടെ ആരെങ്കിലും ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്ക് അതേപോലെ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെമ്മീൻ പരിപ്പ് കൂടാതെ ഉണക്ക ചെമ്മീൻ, ചെമ്മീൻ അച്ചാർ തുടങ്ങി ചെമ്മീൻ്റെ പല വിഭവങ്ങളും ഉണക്കമീനുകളും ഇവിടെ ലഭ്യമാണ്. ആവശ്യക്കാർക്ക് ഓൺലൈനിലൂടെയും ചെമ്മീൻ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ്.